ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയ ഒരു ഡെയ്സി ഫ്ലവർ ബ്രേസ്ലെറ്റ് ആണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. കളർ കോമ്പിനേഷൻ വളരെ സിമ്പിൾ ആണെങ്കിലും വളരെ പ്രിറ്റി ലുക്ക് തരുന്നൊരു ബ്രേസ്ലെറ്റ് ആണിത്. അപ്പോൾ നമുക്ക് സ്ലോ ആയിട്ട് ക്ലിയർ സ്റ്റെപ്സ് ആയിട്ട് തുടങ്ങാം. ആദ്യം ഇതിനു വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 4 mm ക്രിസ്റ്റൽ ബീഡ്സ്, 2 mm ക്രിസ്റ്റൽ ബീഡ്സ്, ഗോൾഡൻ സീഡ് ബീഡ്സ്, ജംപ് റിംഗ്, ലോബ്സ്റ്റർ ലോക്ക്, എക്സ്റ്റൻഷൻ ചെയിൻ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ 140 സെന്റിമീറ്റർ നൈലോൺ ത്രെഡ്. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ആദ്യം 4 സീഡ് ബീഡ്സ് കോർത്തെടുക്കാം. പിന്നെ ലോബ്സ്റ്റർ ലോക്ക് ആഡ് ചെയ്യുക. വീണ്ടും 4 സീഡ് ബീഡ്സ് ആഡ് ചെയ്യുക. ഇനി ഇതുപോലെ ബീഡ്സ് ത്രെഡിന്റെ സെന്ററിൽ അറേഞ്ച് ചെയ്യണം. ഇനി ഇത് ലോക്ക് ചെയ്യണം. അതിനൊരു ത്രെഡിലൂടെ ഒരു സീഡ് ബീഡ് കോർത്തെടുക്കുക. അതിനുശേഷം മറുവശത്തെ ത്രെഡ് ഈ ബീഡിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാം. 2 ത്രെഡും ഇതുപോലെ ക്രോസ് ആയിട്ടാണ് നമുക്ക് വേണ്ടത്. ഇനി ത്രെഡിന്റെ 2 അറ്റവും ഒരുപോലെ പിടിച്ച് ബീഡ്സ് മാത്രം താഴോട്ട് കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ത്രെഡിന്റെ സൈസ് രണ്ടും ഒരുപോലെ കിട്ടും. ഇപ്പോൾ ഇതിവിടെ ലോക്കായി. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. ആദ്യം ഒരു ബീഡ് എടുത്ത് ലോക്ക് ചെയ്യണം. നേരത്തെ കാണിച്ചതുപോലെ ലോക്ക് ചെയ്യാം. ഫസ്റ്റ് ബീഡ് ത്രെഡിൽ ഇൻസേർട്ട് ചെയ്ത് 2 സൈഡിലെയും ത്രെഡ് ഈക്വലായി ഫിക്സ് ചെയ്യുക. ഇനി ബീഡ് മാത്രം അധികം പ്രഷർ കൊടുക്കാതെ താഴോട്ട് കൊണ്ടുവരിക. ഇത് ഏതൊരാൾക്കും വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണ്. ഇനി നമുക്ക് 2 സൈഡിലും 2 ക്രിസ്റ്റൽ ബീഡ് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ഓറഞ്ച് കളറുള്ള ബീഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഓരോ ബീഡും ശരിയായ പൊസിഷനിൽ സെറ്റ് ചെയ്ത് ബ്രേസ്ലെറ്റിന്റെ ബേസ് സ്ട്രോങ് ആക്കണം. ഇനി നമുക്ക് ഫ്ലവറിന്റെ നടുവിലുള്ള ബീഡാണ് ആഡ് ചെയ്യേണ്ടത്. നടുവിലത്തെ ബീഡ് ആഡ് ചെയ്യുമ്പോൾ അത് 2 ത്രെഡിന്റെയും ഉള്ളിലൂടെയാണ് ഇടേണ്ടത്. ഈ ബീഡ് നമുക്ക് ഫ്ലവറിന്റെ സെന്ററിലാണ് കൊടുക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഈ ത്രെഡ് താഴോട്ട് പിടിക്കുക. ഈ ഗോൾഡ് ബീഡ് സെന്ററിൽ വരുന്ന രൂപത്തിലാവണം. ഇതിലെ ഒരു ത്രെഡ് എടുത്ത് സൈഡിലുള്ള 2 ബീഡ്സിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കണം. ഞാൻ പറയുന്നതിനോടൊപ്പം വീഡിയോയും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതിൽ കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. വളരെ സിമ്പിൾ ആണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ പഠിച്ചാൽ തന്നെ ബാക്കിയുള്ളതും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഭാഗത്തേത് റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡിലും ഇതുപോലെ ചെയ്യാം. അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക, ഈ സൈഡിൽ കോർക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഈ 2 ബീഡിലൂടെ ത്രെഡ് കോർത്തെടുക്കുക. ഇപ്പൊ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബീഡും കൂടെ ആഡ് ചെയ്താല് ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയി. അതിന് നേരത്തെ കാണിച്ചതുപോലെ ഒരു ബീഡ് എടുത്ത് ലോക്ക് ചെയ്യുക. അപ്പോൾ ഈ ഫ്ലവർ കംപ്ലീറ്റ് ആവും. ബീഡ്സ് എല്ലാം ശരിയായ രീതിയിൽ സാവധാനം ചെയ്തെടുത്താലാണ് ഫിനിഷിംഗ് റിസൾട്ട് നീറ്റ് ആവുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയി. ഇനി ഓരോ ഗോൾഡ് ബീഡും ഓരോ ഫ്ലവറിന്റെയും ഇടയിൽ ചേർക്കണം. അത് നമ്മൾ നേരത്തെ കാണിച്ച ബീഡ്സ് ഒക്കെ ലോക്ക് ചെയ്തതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ഈ ഗോൾഡ് ബീഡും ഇതുപോലെ ലോക്ക് ചെയ്യുക. ഈ ഗോൾഡ് ബീഡ് ഓരോ ഫ്ലവറിന്റെയും ഇടയിൽ ചേർക്കുമ്പോൾ ബ്രേസ്ലെറ്റിന്റെ റൗണ്ട് ഷേപ്പ് എടുത്തു കാണിക്കാൻ സഹായിക്കും. ഇതുപോലെ എല്ലാ ബീഡ്സും റിപ്പീറ്റ് ചെയ്യുക. ഈ ഒരു സ്റ്റെപ്സിലൂടെയാണ് ഈ ബ്രേസ്ലെറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. മുഴുവനായിട്ടും ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. ഞാൻ ഇവിടെ 2 ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അത് കണ്ട് മനസ്സിലാക്കി ചെയ്തു നോക്കുക. ആദ്യമായി ചെയ്തു നോക്കുമ്പോൾ പൊട്ടിയ മാലമുത്ത് കൊണ്ട് ചെയ്തു നോക്കി പരിശീലിക്കുക. ആദ്യമായി ഉണ്ടാക്കുമ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടാകും. അത് കാര്യമാക്കേണ്ട. അടുത്തത് ചെയ്യുമ്പോൾ ശരിയാവും. തെറ്റിലൂടെയാണ് ശരികൾ പഠിക്കുന്നത്. ഒരു വട്ടം ചെയ്തു നോക്കി ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോവണ്ട. വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി തരുന്നതായിരിക്കും. എല്ലാ ഫ്ലവേഴ്സും ഉണ്ടാക്കുന്നത് ഒരുപോലെ തന്നെയാണ്. ഇവിടെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഏതൊരാൾക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു പ്രൊജക്റ്റാണിത്. ഇതിന് ഹെവി മെറ്റീരിയൽസിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ 3 ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ കംപ്ലീറ്റ് ചെയ്യണം.
എനിക്കിവിടെ 9 ഫ്ലവേഴ്സാണ് ആവശ്യമായി വന്നത്. നിങ്ങളുടെ അളവിനനുസരിച്ച് എത്ര ഫ്ലവേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം ഒരു ഗോൾഡ് ബീഡ് കൊണ്ട് ലോക്ക് ചെയ്യണം. നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഇനി 2 സൈഡിലും 4 ഗോൾഡ് ബീഡ് വീതം പുറത്തെടുക്കുക. ഇനി ഇതിലൊരു ബീഡിന്റെ മുൻവശത്തിലൂടെ മറ്റേ സൈഡിലെ ത്രെഡ് കോർത്തെടുക്കുക. ദാ ഇതുപോലെ റൗണ്ട് ഷേപ്പായിട്ട് കിട്ടും. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ത്രെഡ് ലൂസ് ആവാതെ ബീഡ്സ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഇത് 2 സൈഡിലൂടെയും ബീഡ്സിന്റെ ഉള്ളിലൂടെ കൊണ്ടുവന്ന് 2 ത്രെഡും ചേരുന്ന സ്ഥലത്ത് നന്നായി ടൈറ്റായി കെട്ടിയിട്ട് കൊടുക്കണം. ത്രെഡ് നന്നായി ടൈറ്റാക്കി കെട്ടിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ബീഡ് വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ജംപ് റിംഗ് അറ്റാച്ച് ചെയ്യണം. അഡ്ജസ്റ്റബിൾ ബ്രേസ്ലെറ്റ് ആക്കാൻ എക്സ്റ്റൻഷൻ ചെയിൻ അറ്റാച്ച് ചെയ്യാം. അത് ജംപ് റിംഗ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ചെയിനിന്റെ അവസാനം ഒരു ഫ്ലവറും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബ്രേസ്ലെറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.